ഒറ്റ രാത്രി കൊണ്ട് വിസ റദ്ദാക്കി. അതെ, യുഎസിൽ നൂറുകണക്കിന് വിദേശ വിദ്യാർത്ഥികൾ സ്വയം നാടുകടത്തൽ ഇമെയിലുകൾ കണ്ടാണ് ഉണർന്നത്. ക്യാമ്പസ് ആക്ടിവിസത്തിന്റെ പേരിൽ വിസ റദ്ദാക്കുകയും സ്വയം നാടുകടത്താൻ നിർദ്ദേശിച്ചുകൊണ്ട് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നൂറുകണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഇമെയിലുകൾ ലഭിച്ചു. ഇതിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിരിക്കാനും സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക വിവരം. കൂടുതൽ ആക്ടിവിസത്തിൽ സജീവമായി പങ്കെടുത്തവർക്കപ്പുറം ഈ നടപടി വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ദേശവിരുദ്ധമെന്ന് കരുതുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കിടുകയോ ലൈക്ക് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ ചെയ്ത വിദ്യാർത്ഥികൾ പോലും പരിശോധനയ്ക്ക് വിധേയരാകുന്ന നടപടി വ്യാപകമാണ്. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സോഷ്യൽ മീഡിയ ടീമിന്റെ അവലോകനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു നടപടി. നടപടികളുടെ ഭാഗമായി എഫ് അതായത് അക്കാദമിക് സ്റ്റഡി വിസ, എം വൊക്കേഷണൽ സ്റ്റഡി വിസ അല്ലെങ്കിൽ ജെ എക്സ്ചേഞ്ച് വിസ എന്നിവയ്ക്കുള്ള പുതിയ വിദ്യാർത്ഥി വിസ അപേക്ഷകൾ പോലും അത്തരം സൂക്ഷ്മമായ സോഷ്യൽ മീഡിയ പരിശോധനയ്ക്ക് വിധേയമാകാം. സോഷ്യൽ മീഡിയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷകർക്ക് യുഎസിൽ പഠിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടാമെന്നും റിപ്പോർട്ടുണ്ട്. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അയച്ച ഒരു ഇമെയിലിൽ ഇങ്ങനെ പറയുന്നു: യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന നിലയിൽ നിങ്ങളുടെ വിസ നൽകിയതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി എന്ന് ബ്യൂറോ ഓഫ് കോൺസുലർ അഫയേഴ്സ് വിസ ഓഫീസ് ഇതിനാൽ നിങ്ങളെ അറിയിക്കുന്നു. തൽഫലമായി കാലഹരണ തീയതിക്ക് മുന്നേ ഉള്ള നിങ്ങളുടെ F1 വിസ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ സെഷൻ 221I ഭേദഗതി ചെയ്ത പ്രകാരം റദ്ദാക്കി. സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം ഒപ്പം നീക്കം ചെയ്യൽ നടപടികൾ കൈകാര്യം ചെയ്യുന്ന ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ ബ്യൂറോ ഓഫ് കോൺസുലർ അഫയേഴ്സ് വിസ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ F1 വിസ റദ്ദാക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ നിയുക്ത സ്കൂൾ ഉദ്യോഗസ്ഥനെ ബ്യൂറോ അറിയിക്കുമെന്നും ഇമെയിലിൽ പറയുന്നു. കൂടുതൽ മുന്നറിയിപ്പും മെയിലിൽ നൽകുന്നുണ്ട്. നിയമപരമായ എമിഗ്രേഷൻ സ്റ്റേറ്റസ് ഇല്ലാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തുടരുന്നത് പിഴകൾ, തടങ്കൽ, നാടുകടത്തൽ എന്നിവയ്ക്ക് കാരണമാകും. ഭാവിയിലെ യുഎസ് വിസയ്ക്ക് ഇത് നിങ്ങളെ അയോഗ്യരാക്കിയേക്കാം എന്നും പറയുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്വത്തുക്കൾ സുരക്ഷിതമാക്കാനോ മറ്റു കാര്യങ്ങൾ അവസാനിപ്പിക്കാനോ അനുവദിക്കാത്ത സമയത്ത് നാടുകടത്തപ്പെടാൻ ഉള്ള സാധ്യതയുണ്ട്. നാടുകടത്തപ്പെടുന്ന വ്യക്തികളെ അവരുടെ സ്വന്തം രാജ്യങ്ങൾ ഒഴികെയുള്ള രാജ്യങ്ങളിലേക്കും അയക്കാമെന്നും പറയുന്നു. വിസ റദ്ദാക്കിയ വ്യക്തികൾക്ക് CBP ഹോം ആപ്പ് ഉപയോഗിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് പുറത്തു പോകാനുള്ള ഉദ്ദേശം പ്രകടിപ്പിക്കാമെന്നും ഇമെയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് പുറപ്പെട്ടാൽ ഉടൻ നിങ്ങളുടെ വിസ ശാരീരികമായി റദ്ദാക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ വിസ നൽകിയ US എംബസിയിലോ കോൺസുലേറ്റിലോ പാസ്പോർട്ട് നേരിട്ട് ഹാജരാക്കണം. റദ്ദാക്കിയതിനാൽ നിങ്ങളുടെ വിസ ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. ഭാവിയിൽ നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു US വിസയ്ക്ക് അപേക്ഷിക്കണം. വിസയ്ക്കുള്ള നിങ്ങളുടെ യോഗ്യതയെക്കുറിച്ച് ആ സമയത്ത് തീരുമാനമെടുക്കുമെന്നും ഇമെയിൽ പറയുന്നുണ്ട്. മാർച്ച് 25 മാർക്കോ റൂബിയോ പുറപ്പെടുവിച്ച ആഭ്യന്തര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികളൊക്കെ വരുന്നത്. നിലവിലുള്ള വിദ്യാർത്ഥികൾക്കും പുതിയ അപേക്ഷകർക്കും സോഷ്യൽ മീഡിയ അവലോകനങ്ങൾ നിർബന്ധമാക്കുന്ന ഒരു നിർദ്ദേശമാണിത്. റൂബിയോയുടെ AI അധിഷ്ഠിത ക്യാച്ച് ആൻഡ് റിവോക്ക് പ്രോഗ്രാം ഇതിനകം 3 ആഴ്ചയ്ക്കുള്ളിൽ 300-ലധികം വിദേശ വിദ്യാർത്ഥി വിസകൾ റദ്ദാക്കാൻ കാരണമായി എന്നാണ് റിപ്പോർട്ട്. ഏറ്റവും പുതിയ ഓപ്പൺ ഡോഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് യുഎസിൽ നിലവിൽ 1.5 ദശലക്ഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുണ്ട്. അതിൽ 3.31 ലക്ഷം പേർ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. യുഎസിന്റെ നടപടികളോട് മറ്റ് രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ ഇതുവരെ വന്നു തുടങ്ങിയിട്ടില്ല. ഇനിയും എന്തൊക്കെയെന്നുള്ള സമ്മർദ്ദവും ബാക്കി.